എല്ലാം നടന്നിട്ടും, ഭൂമി മൊത്തം കുലുക്കിയിട്ടും, അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെയും തകർത്തെറിഞ്ഞിട്ടും, മേൽക്കൂരകളില്ലാതെ ജീവിക്കാൻ വിട്ടിട്ടും അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് ഒരനക്കവും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ആ വിശ്വാസവും ബദറിലെ പോരാളികളുടെ വിശ്വാസവും ഇവരുടെ മാതൃകകളുമാണ് ഞങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എന്ത് തന്നെ എടുത്തു കളഞ്ഞാലും ജീവൻ ഈ ശരീരത്തിൽ ബാക്കിയാവുന്ന കാലമത്രയും ആ നിമിഷം വരെയും നീ അനീതിക്കെതിരെ സംസാരിക്കുക. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഈ ബദറിൻ്റെ രാവിൽ വഖഫ് ഭൂമികൾക്കെതിരെ നടക്കുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ സംസാരിക്കുവാൻ വേണ്ടി, പ്രതിഷേധമറിയിക്കുവാൻ വേണ്ടി, പ്രതികരിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. തീർച്ചയായും യൗമുൽ ഫുർഖാൻ എന്നർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു സംഭവം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും, ബദർ യുദ്ധവേളയിൽ സ്വഹാബികൾ തങ്ങളുടെ ജീവൻ മുഴുവനും സമർപ്പിച്ച്, തങ്ങളുടേതെല്ലാം സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവവിധ ത്യാഗത്തിനും സന്നദ്ധരായിട്ടുള്ള ആ സന്നദ്ധതയുടെയും ഫലമായിട്ടാണ് ബദർ രണാങ്കണത്തിൽ വിശ്വാസികൾക്ക് നേടാനായിട്ടുള്ള ആ വിജയം എന്ന് പറയുന്നത്. ആ വിജയത്തിൻ്റെ താക്കോലുകൾ എന്ന് പറഞ്ഞാൽ അത് ത്യാഗസമർപ്പണവും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് ബദറിന്റെ ചരിത്രത്തിൽ നിന്ന്, സ്വഹാബികളുടെ മാതൃകയിൽ നിന്ന്, അവരുടെ ഈമാനിന്റെയും അവരുടെ ത്യാഗസന്നദ്ധതയുടെയും അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള സമർപ്പണത്തിന്റെയും ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ അനുകരിക്കുവാൻ ശ്രമിക്കുക എന്നതുകൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ശത്രു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം, ശത്രു സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള വിശ്വാസികളോട് കൂടിയാലോചിക്കുകയാണ്. മക്കയിൽ നിന്ന് തങ്ങളുടെ എല്ലാം വിട്ടെറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുള്ള മുഹാജിറുകൾ നബിയോടൊപ്പമുണ്ട്. മദീനയിൽ മുഹാജിറുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വയം മറന്ന് സ്വീകരിച്ച, സ്വത്തും ജീവനും പകുത്തു നൽകിയ അൻസാറുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് ചോദിക്കുകയാണ്, യുദ്ധത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന്. മുഹാജിറുകളിൽ നിന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു താങ്കൾക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴിയിൽ താങ്കൾ നടന്നുകൊള്ളുക, ഞങ്ങൾ താങ്കളോടൊപ്പമുണ്ട്. വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രായീൽ ലിമൂസ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ. റസൂലേ, താങ്കളോട് മൂസ അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേല്യർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. എന്താണ് മൂസ അലൈഹിസ്സലാമയോട് ബനി ഇസ്രായേല്യർ പറഞ്ഞത്? മൂസ, താങ്കളും താങ്കളുടെ അള്ളാഹുവും യുദ്ധത്തിന് പോയിക്കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. മറിച്ച് വലാകിൻ നഖൂൽ വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ എന്നാണ് വിശ്വാസികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. റസൂലേ, താങ്കളും അള്ളാഹുവും യുദ്ധത്തിന് പോയിക്കൊള്ളുക, യുദ്ധം ചെയ്തുകൊള്ളുക, നിങ്ങളോടൊപ്പം യുദ്ധമുഖത്ത് ഞങ്ങളും തയ്യാറായുണ്ട് എന്ന് മുഹാജിറുകളിൽ നിന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അൻസാറുകളിൽ നിന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു റസൂലിന് വാഗ്ദാനം ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സത്യം, ലൗ അമർതനാ അൻ നുഖ്ലിഹൽ ബഖറ ലഅഖദ്നാഹാ വലൗ അമർതനാ അൻ നദ്രിബ അക്ബാദഹാ ഇലാ ബർഖിൽ ഗിമാദി ലഫഅൽനാ. റസൂലേ, ഒരു കടൽ കാണിച്ച് ആ കടലിലേക്ക് നിങ്ങൾ ഇറങ്ങണം എന്ന് ഞങ്ങളോട് താങ്കൾ കൽപ്പിക്കുക
കൽപ്പിക്കുകയാണെങ്കിൽ അതിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുക തന്നെ ചെയ്യും. പർവ്വത നിരകൾ കാണിച്ചുകൊണ്ട് ഇത് നിങ്ങൾ കടന്നു കയറുക എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് കയറി ചെല്ലുക തന്നെ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും എന്ത് പറഞ്ഞാലും അത് ശിരസാവഹിക്കാൻ, അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രവാചകന്റെ മുമ്പിൽ വിശ്വാസികൾ ഒന്നടങ്കം പറയുകയാണ്. ആലോചിക്കണം, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വെറും 313 ആളുകളാണ്. ഈ 313 ആളുകൾക്കുള്ളത് വെറും 60 കവചങ്ങളും 70 ഒട്ടകങ്ങളുമാണ്. തങ്ങളെക്കാൾ 3 ഇരട്ടി വലുപ്പമുള്ളൊരു സൈന്യം സർവ്വവിധ സന്നാഹങ്ങളുമായി മക്കയിൽ നിന്ന് തങ്ങളെ ആക്രമിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അചഞ്ചലമായ വിശ്വാസം ജഗന്നിയന്താവിൽ അർപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചതിന്റെ ഫലമാണ് അന്നവിടെ ഉണ്ടായിട്ടുള്ള വിജയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് യൗമുൽ ബദ്റിലൂടെ, യൗമുൽ ഫുർഖാനിലൂടെ വിജയമായി നൽകിയത്. അത്തരത്തിലുള്ള ഒരു കൂട്ടരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇദ് തസ്തഖീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ എന്നോട്, അല്ലാഹുവിനോട് സഹായം ചോദിച്ചു. ആ സഹായമായി കൊണ്ട് നിങ്ങൾക്ക് തുടരെയായി 1000 മലക്കുകളെ അയച്ചുകൊണ്ടാണ് നാം നൽകിയത്. 1000 മലക്കുകളെ തുടരെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അചഞ്ചലമായ വിശ്വാസം അല്ലാഹുവിൽ അർപ്പിച്ചിട്ടുള്ള ഒരു കൂട്ടർക്കാണെങ്കിൽ, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ജഗന്നിയന്താവിന്റെ കഴിവിനെയും ഒക്കെയും വിശ്വസിച്ചുകൊണ്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് തെറ്റിനെതിരെയും തിന്മയ്ക്കെതിരെയും സംസാരിക്കുവാൻ ഊർജ്ജസ്വലരായി ധൈര്യത്തോടെ ഇവിടെ വന്നു നിൽക്കുന്ന കൂട്ടരെ നമുക്ക് ബദറിൽ നിന്ന് പാഠമുണ്ട്. ബദറിലെ രണാങ്കണത്തിൽ അവിടെയുള്ള പോരാളികൾ അല്ലാഹുവിൽ അർപ്പിച്ചിട്ടുള്ള ആ ത്യാഗസന്നദ്ധതയിൽ, ആ തവക്കുലിൽ നമുക്ക് പാഠങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദർശത്തിന് വേണ്ടിയുള്ള പിന്മടങ്ങാത്ത പോരാട്ടത്തിന്റെ പേരായിരുന്നു ബദർ. മുസ്ലിം ജനതയ്ക്ക് ഒരു തുടർച്ചയുണ്ടെങ്കിൽ ആ തുടർച്ചയുടെ പേരാണ് ബദർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആത്മസമർപ്പണത്തിന്റെ, നിശ്ചയദാർഢ്യത്തിന്റെ, സന്ധിയില്ലാ സമരത്തിന്റെ പേര് തന്നെയാണ് ബദർ എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പോരാട്ടത്തിനിറങ്ങിയപ്പോൾ ആകാശത്ത് നിന്ന് വിജയം അവതരിച്ചത് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് വഖഫിൽ കൈവയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരുവിലിറങ്ങി പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ നമ്മുടെ പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും ഇവിടെ അറിയിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക്, മുസ്ലിമായ ഒരു വ്യക്തിക്ക് തന്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു സ്ഥലമോ ഒരു നിലമോ അള്ളാഹുവിന്റെ ദൈവത്തിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായോ സമൂഹ നിർമ്മിതിക്കായോ ആരാധനാലയങ്ങൾക്കായോ ഇനി അതല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായോ മാറ്റിവെക്കണമെങ്കിൽ, ദാനം ചെയ്യണമെങ്കിൽ ആ മാറ്റിവെച്ചിട്ടുള്ള, ദാനം ചെയ്തിട്ടുള്ള നിലം കയ്യേറുന്ന ഒരു ബില്ലാണ്, ഒരു നിയമമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയങ്ങളൊക്കെയും കണ്ടെടുത്ത് പൊളിച്ച് അതിന് പിന്നിൽ ചരിത്രങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവയുടെ കുത്തകാവകാശം കൊണ്ടുവരുന്ന ഒരു ഹിന്ദുത്വവാദികളായിട്ടുള്ള ഒരു കൂട്ടരെ നമ്മൾ കാണുന്നുണ്ട്. അവർക്കൊത്താശ ചെയ്യുന്ന ഭരണകൂടത്തെയും നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോടതിയും ഇതിനൊത്താശ ചെയ്യുന്ന ജനങ്ങളും ഒരു ഭരണകൂടവും തന്നെയും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് 2000 നിലനിൽക്കുന്ന കോടിക്കണക്കിന് വിലയുള്ള വഖഫ് നിലങ്ങളുണ്ടല്ലോ, ഈ വഖഫ് നിലങ്ങളുടെ തിരിച്ചെടുക്കൽ നാടകങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും കണ്ടിട്ട് മുഷ്ടി ചുരുട്ടാതെ, വായനക്കാതെ, വിരലുകൾ ചൂണ്ടാതെ ഇരിക്കുന്ന ഒരു കൂട്ടരെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതങ്ങനെയല്ല എന്ന് മലപ്പുറത്തിന്റെ മണ്ണിവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം അതിന്റെ ഭീകരതയുടെ എല്ലാ രൂപങ്ങളും എടുത്ത് പുറത്തു കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയ്ക്ക് നേരെ വെറുപ്പും വിദ്വേഷവും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സാധ്യമാവുന്ന വിധത്തിൽ കൂട്ടക്കൊലകളും വംശഹത്യകളും അഴിച്ചുവിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രാജ്യത്തൊരാഘോഷം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതരായിരിക്കണമെങ്കിൽ ജുമാ നമസ്കാരം വരെ ഒഴിവാക്കി വീടകങ്ങളിൽ കഴിഞ്ഞുകൊള്ളൂ എന്ന് പറയുന്ന അധികാരികൾ വാണുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ സ്വന്തം അള്ളാഹുവിന് വേണ്ടി നമ്മൾ
സമർപ്പിച്ചിട്ടുള്ള വഖഫ് ഭൂമികൾ പോലും കയ്യേറുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു പാഠമുണ്ട്. കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. ലോകത്തെവിടെയൊക്കെ അനീതിയുണ്ടോ, എവിടെയൊക്കെ അക്രമങ്ങൾ നടക്കുന്നുണ്ടോ, അവിടെയൊക്കെയും നീതിയുടെ ശബ്ദമായി എഴുന്നേറ്റ് നിൽക്കുവാനുള്ള, കലിമത്ത് ഹഖ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ഒരു ധൈര്യം, ഒരു മനോധൈര്യം, ആത്മധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ, അങ്ങനെ സംസാരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിന് തയ്യാറായി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, വലഖദ് നസറകുമുല്ലാഹു ബിബദർ, ബദറിലെ പോരാളികളെ അല്ലാഹു സഹായിച്ചിട്ടുണ്ടെങ്കിൽ വിജയം അല്ലാഹുവിനും അല്ലാഹുവിന്റെ സംഘത്തിനും അവനിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികൾക്കുമുള്ളതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു ബദറിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തെരുവിലിറങ്ങിക്കൊണ്ട് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത എന്നർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിജയം അത് ഉറപ്പാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങളെ കയ്യേറുക എന്നത് ഒരിക്കലും ഞങ്ങൾ വകവെച്ച് നൽകുന്ന ഒന്നല്ല. ഈ ബദറിൽ നിന്നുള്ള പാഠങ്ങൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അതിനുള്ള ഉദാഹരണങ്ങളായി നമുക്ക് ഗസയിലെ സഹോദരങ്ങളെ കാണുവാൻ സാധിക്കും. എന്തെല്ലാം നടന്നിട്ടും, ഭൂമി മൊത്തം കുലുക്കിയിട്ടും, അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെയും തകർത്തെറിഞ്ഞിട്ടും, മേൽക്കൂരകളില്ലാതെ ജീവിക്കാൻ വിട്ടിട്ടും, അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് ഒരനക്കവും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ആ വിശ്വാസവും ബദറിലെ പോരാളികളുടെ വിശ്വാസവും ഇവരുടെ മാതൃകകളുമാണ് ഞങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എന്ത് തന്നെ എടുത്തു കളഞ്ഞാലും ജീവൻ ഈ ശരീരത്തിൽ ബാക്കിയാവുന്ന കാലമത്രയും ആ നിമിഷം വരെയും നീ അനീതിക്കെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കൂട്ടമാണ് ഇവിടെയുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു പരിപാടിക്ക്, ഇവിടെയുള്ള വഖഫിൽ കൈവയ്ക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തിന്, ഈ പൊരുതലിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.